നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബാലരാമപുരം ആറാലുമൂട് ഗോപന്റെ മരണത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാതെ പോലീസ്. അന്വേഷണം തുടരുമെന്ന് പോലീസ് അറിയിച്ചു. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം അത് കാത്തിരിക്കുകയാണ്. അത് നിർണായകമായി മാറും. അത് കിട്ടിയിട്ട് മാത്രമേ അടുത്ത തുടർ നടപടിയിലേക്ക് കടക്കാനാകൂ. ഫലം വേഗത്തിൽ കിട്ടാനുള്ള നടപടി പോലീസ് തുടങ്ങിക്കഴിഞ്ഞു. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികത ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടി വന്നാൽ മാത്രമേ ഇത് പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന നിലപാടിലാണ് പോലീസ്. മക്കളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതേസമയം രാസപരിശോധനാ ഫലം കിട്ടിയാൽ വരും ദിവസങ്ങളിൽ കുടുംബാംഗങ്ങളെ പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങും. നെയ്യാറ്റിൻകര ഗോപന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം അടക്കം പുറത്തു വന്നിരുന്നു. കാലുകളിൽ പഴക്കം ചെന്ന മുറിവുകൾ കണ്ടെത്തിയിരുന്നു. ഇത് പ്രമേഹത്തെ തുടർന്നുണ്ടായതാകാം എന്നാണ് വിദഗ്ധർ കരുതുന്നത്. ഹൃദയവാൽവിൽ 2 ബ്ലോക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മരണകാരണമായോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. ഏറെക്കാലമായി ഗോപൻ കിടപ്പിലായിരുന്നു. ഇതിന്റെ ഭാഗമായി ചെറിയ മുറിവുകൾ, കരുവാളിപ്പുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. ജനുവരി 17-ന് ഗോപന്റെ മൃതദേഹം കല്ലറ പൊളിച്ച് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരുന്നു. നടപടികൾക്ക് ശേഷം വീണ്ടും മൃതദേഹം സംസ്കരിച്ചിരുന്നു. പോലീസ് പൊളിച്ച പഴയ കല്ലറയ്ക്ക് സമീപം തന്നെയാണ് പുതിയ കല്ലറ തീർത്ത് സംസ്കാരം നടത്തിയത്. സന്യാസിമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ഗോപന്റെ 2 മക്കളും ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പാദയാത്രയായിരുന്നു മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. സ്ലാബ് പൊളിച്ചപ്പോൾ ഇരിക്കുന്ന നിലയിലായിരുന്നു ഗോപൻ സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയത്. നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങൾ മൂടിയിരുന്നു. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം. നെയ്യാറ്റിൻകരയിൽ പിതാവ് സമാധിയായെന്ന മക്കൾ പോസ്റ്റർ പതിക്കുകയും അടക്കം ചെയ്യുകയും ചെയ്തതോടെയാണ് ഗോപൻ എന്ന വ്യക്തിയുടെ മരണം ചർച്ചയായതും അതിൽ ദുരൂഹത ആരോപിച്ച് ഈ ഗോപൻ എങ്ങനെ മരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തു പറ്റി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം വേണമെന്ന ആവശ്യമായി ചിലർ രംഗത്ത് വരുന്നത്. പിന്നാലെ സമാധിപീഠം, അതായത് ഈ ഗോപന്റെ മൃതദേഹം വെച്ച സമാധിപീഠം പൊളിക്കണമെന്ന ആവശ്യം ശക്തമാവുകയും അത് പൊളിക്കാനെത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം മക്കൾ ഉന്നയിക്കുകയും ചെയ്തു. പിന്നീട് ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് ഈ ഒരു വിഷയത്തിൽ ആ ഒരു സമാധിപീഠം പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീണ്ടും മഹാസമാധി ചടങ്ങുകളോടെയായിരുന്നു സംസ്കരിച്ചത്. എന്തായാലും തിരുവനന്തപുരം സബ് കളക്ടർ OV ആൽഫ്രഡിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ നടത്തിയത്. എന്തായാലും ഈ ഒരു കേസിൽ ഇനി രാസപരിശോധനാ ഫലം കൂടി വരാനുണ്ട്. അതുകൂടി വന്നതിന് ശേഷം മാത്രമേ എന്താണ് ഗോപന്റെ യഥാർത്ഥ മരണകാരണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായി പോലീസ് കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.